കാര്യം പറയണം. അപ്പോൾ ഗൈസ് നല്ലോണം മഴയാണ്, ഇവിടെ കറണ്ട് പോയേക്കാണ്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ ഇത്തിരി വീഡിയോ ഇടുന്നത്. അപ്പോൾ ഷോർട്സാണ് ഇത്തിരി കൂടുതലായിട്ട് ഇടുന്നത്. ഞങ്ങൾ വീഡിയോ അങ്ങനെ ഇടാറില്ല. എന്ന് വെച്ചാൽ ഷോർട്സ് ഇത്തിരി കുറയ്ക്കുന്നതല്ലേ. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ വീഡിയോയും അത് മാത്രമേ ഇടുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞങ്ങൾ ഇടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞങ്ങൾ ഇവിടെ കറണ്ടും അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫോൺ തരുന്നില്ല അവർ. പിന്നെ ഐഫോൺ കേടായിക്കല്ലേ, ഐഫോണിൽ ബാറ്ററി ഒക്കെ ഇടുന്ന നമുക്ക് ആണ് പറഞ്ഞേ. അപ്പോൾ ചേച്ചി റെഡി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. എത്തി. അപ്പോൾ അവിടെ നിന്ന് വണ്ടിയോട് പോകുന്നത് കാണാം. ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണിൽ വേനൊന്നും ഇല്ല, പക്ഷെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള മുഖം. കണ്ടോ അതിന് മുടിയൊക്കെ വെട്ടിയിട്ട് ഇത് ഫ്രണ്ടിലേക്ക് ഇടാം. അതാണ് ക്യൂട്ട്. അപ്പൊ അവിടെ നിന്ന് കാറൊക്കെ പോകുന്നുണ്ട്. കാണിച്ചു കൊടുക്കണ്ട, ഈ കാറ് പോകുന്നുണ്ട്. കുറെ കുട്ടികളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് തന്നെ സ്വകാര്യ. അപ്പോൾ ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആയത് എൻ്റെ മടികാരനാണ് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോയില്ലല്ലോ, അപ്പോൾ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകുന്നത് എങ്ങടാന്ന് വെച്ചാൽ പാലക്കാടേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറി തൃശ്ശൂർക്ക് വന്നു. ഇനി അവിടെ നിന്നാണ് പാലക്കാടേക്ക് വന്നത്. ആദ്യം തന്നെ ഈ അമ്പലത്തേക്കാണ് വന്നേ. അപ്പോൾ ഗൈസ് ഞാൻ തൂങ്ങുന്നത് കണ്ടോ? ഇവിടെ മറ്റേ പ്രേതങ്ങളെ ആവാഹിക്കുന്നത്. അപ്പൊ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോകും. ഇതിനൊന്നും ഒഴിപ്പിക്കായിരുന്നു. ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഗ്യാസ് അവിടുത്തെ ആല് കണ്ടോ, നല്ല വലുതാട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ആലാട്ടോ ഈ അമ്പലത്തിത്തെ. ഗൈസ് ഈ സ്ഥലം പറഞ്ഞത് കൊല്ലങ്കോടാണ്. പക്ഷേ നെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചു കൊല്ലങ്കോടായിരിക്കില്ല, വേറെ വല്ലോടായിരിക്കുന്നു. പക്ഷേ ഇത് കൊല്ലങ്കോടാണ് ഗൈസ്. അവിടെ നെല്ല് ഇപ്പോൾ പോയിട്ട് വീണ്ടും വരികയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കയറണ വഴിക്ക് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നത് തേനൊക്കെ വിറ്റിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ തേനൊന്നും വാങ്ങിച്ചില്ല, കാര്യം പൊട്ടത്തേനായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇപ്പോൾ കുറേ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു വീടിൻ്റെ അവിടെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നെല്ലും. പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയൊരു വ്യൂ പോയിന്റ്. കാറ്റടിക്കുമ്പോൾ ആ നെല്ലൊക്കെ കിടന്ന് ആടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ അതേ കണ്ട തെങ്ങൊക്കെ കിടന്ന് ആടുന്നു കണ്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, പറന്ന് പോകണ അത്ര കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് അയ്യപ്പേട്ടൻ്റെ കടയിലാട്ടാ. ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാൽ വന്നിട്ട് ഫേമസ് ആക്കിയ ഒരു കടയാണ് കേട്ടോ അയ്യപ്പേട്ടൻ്റെ കട. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട്, അതിൻ്റെ ബാക്കിലായിട്ടാട്ടോ ഈ കട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചതേ പൊറോട്ടയും ചിക്കനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവർ ചോറ കഴിച്ചേട്ടാ. പൊറോട്ടയുടെ നല്ല കറിയുള്ള ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട്
പൊറോട്ടയും ബീഫും ആവറേജ് ആണ്, പക്ഷേ ചോറ് സൂപ്പറായിരുന്നു. പൊറോട്ട രാവിലെ ഉണ്ടാക്കിയോണ്ട് കുറച്ച് തണുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സിനിമയിൽ കണ്ട പോലെ ഒന്നും ചെറിയ പൊറോട്ടയൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിയ പൊറോട്ടയായിരുന്നു. പിന്നെ ആ സെറ്റപ്പൊക്കെ ആയിരുന്നില്ല, കുറച്ചും കൂടിയും വലുതാക്കിയിട്ടുണ്ട് സെറ്റപ്പ്. സിനിമയിലാട്ടോ ഇങ്ങനെ പാല് കൊടുക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോഴാണ് ഇതൊന്ന് നേരിട്ട് കാണാൻ പറ്റിയത്. അവർ ബില്ല് കൊടുത്ത് കഴിയണ വരെ ഞങ്ങളിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാറുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. ആ കപ്പിലിങ്ങനെ അളന്നളന്ന് കൊടുക്കും. കുറേ പേര് കൊണ്ട് കൊടുക്കുന്നുണ്ട്, കുറേ പേര് വാങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ പോണ വഴിക്ക് കണ്ടതാട്ട് ഇതേപോലത്തെ ആടുകൾ ഇങ്ങനെ കൂട്ടായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആടുകൾ വരിയായിട്ട് ട്രെയിൻ പോലെ ഇങ്ങനെ പോകണ്ടായിരുന്നു. പിന്നെ ഋഷിക്കും അമ്മയും അച്ഛനും ഒരു കാറിലായിരുന്നു, വേറൊരു കാറിലായിരുന്നു നിജി ചങ്കളുടെ ഫാമിലിയും. പക്ഷേ ഞാൻ ചാരു ചേച്ചിയുടെ കാറിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആടുകൾ പൂന്ത് കാണാട്ടാ. ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അപ്പൊ സാർ ചെന്നപ്പോ ഒരു പട്ടീനെ കണ്ടു. ചാരു ചേച്ചിയുടെ മേത്തേക്ക് ചാടിക്കേറി. ഇഷ്ടായി ചേച്ചീനെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് നൈറ്റ് നിൽക്കാന്ന് വെച്ചത് ഒരു ഐബിയിലായിരുന്നു. കോയമ്പത്തൂരുള്ള ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ ഒരു നൈറ്റ്. അച്ഛൻ്റെ ഫ്രണ്ട് ഫോറസ്റ്റ് റേഞ്ചർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഡാമിലേക്കാണ് കേട്ടോ. ശരിക്കും അത് പൂട്ടിക്കെടുക്കായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് തുറന്നു കേട്ടാ. ഞങ്ങൾ കയറി കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഡാം അച്ഛൻ വരെ ചുറ്റി കണ്ടിട്ട് പിന്നെ അതിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ വഴി സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി അടിയിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഒരു ആലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുമൊക്കെ തൂങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അപ്പോഴത്തെ ട്രെൻഡായിരുന്ന റീലെടുക്കാൻ ഋഷിക്കും ചാരും നോക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ചില്ല് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു, മുകളിൽ ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ നിജീഷങ്ങൾ രഘുങ്ങൾ ഷമീർ സാറൊക്കെ പോയി നോക്കി, വെറുതെ പെട്ടെന്ന് പോയി നോക്കി പെട്ടെന്ന് വന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഒരു കുത്തനെയുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് നല്ല പച്ച കളറൊക്കെ ആയിട്ട് നമ്മുടെ ചിമ്മിനി ഡാം പോലെ തന്നെയായിരുന്നു. അങ്ങോട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ വഴി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കൊണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇപ്പം അത് ക്ലോസ്ഡാണ്, ഞങ്ങൾക്ക് തുറന്നു തന്നു എന്നുള്ളൂ. ഇപ്പം അങ്ങോട്ട് ആരെങ്കിലും പോകണ്ടെങ്കിൽ അത് തുറന്നല്ല കേട്ടോ ഉണ്ടാവുക. പിന്നെ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കുത്തനുള്ള സ്റ്റെപ്പ്. ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ദേ കണ്ടോ, ഡാമൊന്നും തുറന്നിട്ടില്ല. ദേ ഇതാണ് കേട്ടോ ഡാം. അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്, ഇച്ചിരി വെള്ളമുള്ളൂ കേട്ടോ അടിയിൽ. പിന്നെ ദേ ഇവിടെയാണ് തൂങ്ങണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നേരം തൂങ്ങിട്ടോ. അപ്പോൾ ഋഷിക്കൊക്കെ നല്ല ആട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കിടന്ന് ആടിയിട്ടാ. അതുമൊരു ഊഞ്ഞാൽ പോലത്തെ സാധനം ഉണ്ടായിരുന്നു, ഞാൻ കുറേ ആടിയിട്ട് അതുമേ. പിന്നെ വൈകിട്ടായിപ്പോൾ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഡാൻസ്. അവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയായിരുന്നു, അതിൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പാലക്കാടൻ സ്റ്റൈൽ. ഞങ്ങൾ കുറേ നേരം കിടന്ന് ആടിയിട്ടാ, രസമുണ്ട്. ഇതേപോലെ കാണിക്കും. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചത് ഒരു റിസോർട്ടിലേക്കായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ അടുത്ത പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ റിസോർട്ട് അട്ടപ്പാടിയിലാട്ടോ, അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു, കുറേ നേരം ഇരുന്നിട്ടാണ് എത്തിയത്. പിന്നെ ഇത് കുറച്ച് ഫോട്ടോസാട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയൊക്കെ ചോറാണ് കേട്ടോ കഴിച്ചേ. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടി ടൂറ് പോയപ്പോൾ.
അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ മിക്സഡ് ആയിരിക്കും, കുറച്ച് ഇന്നലത്തെ കുറച്ച് ഇന്നത്തെ അങ്ങനത്തെ കുറേ മിക്സഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു IBയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ. പിന്നെ ഇത് രാവിലെ എണീറ്റപ്പോൾ ഇത് ഫോട്ടോ ആണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായി തന്നെ ഫോട്ടോഷൂട്ട് കാരനാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കുറേ നേരം വൈകിണ്ടായിരുന്നു, അപ്പോൾ എത്താനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ദേ ഇതൊക്കെ കണ്ടോ, കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. ഇതായിരുന്നു എല്ലാവരും. അപ്പോൾ പാർട്ട് 2 ആയിട്ട് വേറെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ വരുന്ന വരെ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ആ റിസോർട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ റിസോർട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ തരുന്ന സപ്പോർട്ട് തന്നെ ആ വീഡിയോയിലും തരണം. അപ്പോൾ ആ വീഡിയോയിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതും പിന്നെ ആ റിസോർട്ടും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം.